ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദ് എന്ന ഉമറുൻ നബിയുടെ വീട് സുരക്ഷാ സേന തകർത്തു. രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചവരുടെ പൊടി പോലും ബാക്കി വെക്കില്ല. അതിന്റെ തുടക്കമായിട്ടാണ് സേന വീട് ഇടിച്ചു തകർത്തത്. മാത്രമല്ല, സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരൊറ്റ മനുഷ്യനെ പോലും വെറുതെ വിടില്ല എന്ന ശക്തമായ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് പുൽവാമയിലുള്ള വീട് ഇടിച്ചു നിരത്തിയത്. ഇന്ത്യയിൽ ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് സന്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനത്തിലെ ഇയാളുടെ വീട് തകർത്തത്. മുൻപ് പഹൽഗാം ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കെതിരെയും വീട് തകർത്ത നടപടി സ്വീകരിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 13 പേർ മരിക്കുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടറായ ഉമറാണ് ചെങ്കോട്ടയ്ക്ക് സമീപം നേതാവ് സുഭാഷ് മാർക്കിലെ ട്രാഫിക് സിഗ്നലിനടുത്ത് വെച്ച് പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാർ ഓടിച്ചിരുന്നതായി കണ്ടെത്തിയത്. സ്ഫോടന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതും ഇയാളുടെ അമ്മയിൽ നിന്ന് ശേഖരിച്ചതുമായ DNA സാമ്പിളുകൾ ഒത്തുനോക്കിയാണ് കാറിൽ ഉമറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഏകദേശം 2900 കിലോഗ്രാം ബോംബ് നിർമ്മാണം സാമഗ്രികളും അസോൾട്ട് റൈഫിളുകളും പോലുള്ള അത്യാധുനിക ആയുധങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനം നടന്നത്. ഉമറിന്റെ കൂട്ടാളികളും ഡോക്ടർമാരുമായ മുസമ്മിൽ, ഷഹീൻ, സായിദ് എന്നിവരിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിന് പിന്നിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് എന്നിവയുമായി ബന്ധമുള്ള ഈ സംഘം വളരെ വലിയൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും കൂട്ടാളികൾ അടങ്ങിയപ്പോൾ ഉമർ പരിഭ്രാന്തനായതിന്റെ ഫലമായാണ് ഡൽഹി സ്ഫോടനം നടന്നതെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. 11 ദിവസം മുൻപ് ആക്രമണത്തിന് ഉപയോഗിച്ച വെളുത്ത ഹ്യുണ്ടായി i20 കാർ വാങ്ങിയത് ഡോക്ടർ ഉമർ ആണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ സംശയിച്ചിരുന്നു. പുൽവാമ ജില്ലയിലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും എടുത്ത സാമ്പിളുകൾ പിന്നീട് കാറിൽ നിന്ന് ലഭിച്ച മനുഷ്യാവശിഷ്ടങ്ങളുമായി ഒത്തുനോക്കിയപ്പോൾ കാർ പൊട്ടിത്തെറിച്ചപ്പോൾ അദ്ദേഹം വാഹനം ഓടിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കാർ സ്ഫോടനത്തെ കേന്ദ്ര മന്ത്രിസഭ ദുഷ്ടമായ ഭീകര ആക്രമണമെന്ന് വിശേഷിപ്പിക്കുകയും കുറ്റവാളികളെയും അവരുടെ പങ്കാളികളെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ഇരകളോടുള്ള ആദരസൂചകമായി 2 മിനിറ്റ് മൗനം ആചരിക്കുകയും ചെയ്തിരുന്നു. നവംബർ 10-ന് റെഡ് ഫോർട്ടിന് സമീപം രാഷ്ട്രീയ വിരുദ്ധ ശക്തികൾ നടത്തിയ കാർ സ്ഫോടനത്തിലൂടെ ദുഷ്ടമായ ഒരു ഭീകര സംഭവം രാജ്യത്തിന് സാക്ഷ്യം വഹിച്ചുവെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വായിച്ച പ്രമേയത്തിൽ പറയുന്നുണ്ടായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങളെ മന്ത്രിസഭ അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇരകൾക്ക് അടിയന്തര സഹായം നൽകിയ മെഡിക്കൽ ഉദ്യോഗസ്ഥരെയും ദുരന്ത നിവാരണ പ്രവർത്തകരെയും മന്ത്രിസഭ അഭിനന്ദിച്ചു. സ്ഫോടനത്തെ ദുഷ്ടവും ഭീരുത്വപരവുമായ നടപടിയെന്ന് വിശേഷിപ്പിച്ച മന്ത്രിസഭ ഭീകരതയുടെ എല്ലാ രൂപങ്ങളോടുമുള്ള ഇന്ത്യയുടെ സീറോ ടോളറൻസ് നയം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ലോകമെമ്പാടുമുള്ള വിവിധ സർക്കാരുകളിൽ നിന്ന് ലഭിച്ച ഐക്യദാർഢ്യത്തെയും പിന്തുണയെയും മന്ത്രിസഭ അംഗീകരിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ധൈര്യത്തോടും അനുകമ്പയോടും കൂടി പ്രവർത്തിച്ച സുരക്ഷാ ഏജൻസികളുടെയും അധികാരികളുടെയും പൗരന്മാരുടെയും സമയബന്ധിതവും ഏകോപിച്ചതുമായ പ്രതികരണത്തെ മന്ത്രിസഭ അഭിനന്ദിച്ചു. അന്വേഷണം ഏറ്റവും അടിയന്തിരമായും പ്രൊഫഷണലിസത്തോടും മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ച മന്ത്രിസഭ സർക്കാർ ഉന്നത തലത്തിൽ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അറിയിച്ചു. പ്രമേയം ഉപസംഹരിച്ചുകൊണ്ട് ദേശീയ സുരക്ഷയോടുള്ള തങ്ങളുടെ നിലനിൽക്കുന്ന പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായി എല്ലാ പൗരന്മാരുടെയും ജീവനും ക്ഷേമവും സംരക്ഷിക്കുന്നതിനാൽ സർക്കാർ ഉറച്ചു നിൽക്കുമെന്നും മന്ത്രിസഭയുടെ പ്രമേയം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.